ഈ പെൺകുട്ടി സർഫിംഗിന് ശേഷം റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നൊരു ഷാർക്ക് വന്ന് അവളുടെ ഒരു കൈ കടിച്ചെടുക്കുന്നു. അവൾക്ക് ഒത്തിരി ബ്ലഡ് നഷ്ടമാവുന്നു. കൂടെ ഉണ്ടായിരുന്നവർ അവളുടെ മുറിവ് വെച്ച് കെട്ടി പെട്ടെന്ന് തന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഒത്തിരി ബ്ലഡ് പോയത് കൊണ്ട് തന്നെ അവൾ മരണത്തോടടുക്കുന്നു. ഒത്തിരി നേരത്തെ എമർജൻസി ട്രീറ്റ്മെന്റിന് ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞ് അവൾക്ക് ബോധം തിരിച്ചു കിട്ടുന്നു. അവൾ തന്റെ നഷ്ടമായ കൈയുടെ ഭാഗം തൊട്ടു നോക്കുന്നു. കഴിഞ്ഞ മാസത്തെ സർഫിംഗ് കോമ്പറ്റീഷനിൽ അവളായിരുന്നു ചാമ്പ്യൻ. വിചാരിച്ചിരിക്കാതെ ഉണ്ടായ ഒരു അപകടം അവളുടെ ലൈഫിനെ മുഴുവൻ മാറ്റിമറിക്കുന്നു. മാസങ്ങൾക്ക് ശേഷം ഡോക്ടർ അവളുടെ ബാൻഡേജ് അഴിക്കുന്നു. അവൾ പൂർണ്ണതയില്ലാത്ത തന്റെ രൂപത്തിലേക്ക് നോക്കുന്നു. തന്റെ ഫാമിലിയെ വിഷമിപ്പിക്കാതിരിക്കുന്നതിനായി അവൾ സന്തോഷമായിരിക്കുന്നത് പോലെ അഭിനയിക്കുന്നു. എന്നാൽ ഫ്രണ്ട്സിന്റെ മുമ്പിൽ തന്റെ അവസ്ഥയോർത്ത് പൊട്ടിക്കരയുന്നു. ഫ്രണ്ട്സ് അവളെ സമാധാനിപ്പിക്കുന്നു. അവൾ തന്റെ ഫാമിലിയോട് തനിക്ക് ഇനിയും സർഫിംഗ് ചെയ്യണമെന്ന് പറയുന്നു. പിറ്റേ ദിവസം തന്നെ അവളുടെ ഫാമിലി അവളെ സർഫിംഗിനായി കൂട്ടിക്കൊണ്ടുവരുന്നു. അച്ഛൻ അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനായി അവൾക്കൊപ്പം സർഫിംഗ് ചെയ്യുന്നു. ഒരു കൈ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾക്ക് തന്റെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നത് ബുദ്ധിമുട്ടായി തോന്നുന്നു. ഒത്തിരി പ്രാവശ്യം അവൾ വീണു പോകുന്നു. എന്നാൽ തോറ്റുകൊടുക്കാൻ അവൾ തയ്യാറല്ല. അവൾ വീണ്ടും ട്രൈ ചെയ്യുന്നു. ഇപ്രാവശ്യം അവൾ സർഫിംഗ് ബോർഡിൽ എണീറ്റ് നിൽക്കുന്നു. ഫാമിലി മുഴുവനും അവളെ പ്രോത്സാഹിപ്പിക്കുന്നു. അവൾക്കൊരു പ്രതീക്ഷ കിട്ടുന്നു. അതുകൊണ്ട് തന്നെ അവൾ വീണ്ടും കോമ്പറ്റീഷനിൽ മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നു. അതിനായി അന്നു മുതൽ അവൾ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നു. പതിയെ അവൾ തന്റെ ശരീരവുമായി പൊരുത്തപ്പെടുന്നു. അങ്ങനെ കോമ്പറ്റീഷൻ ഡേ ആവുന്നു. ജഡ്ജ് അവൾക്ക് സ്റ്റാർട്ടിങ്ങിനായി 5 മിനിറ്റ് സമയം കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷെ അവൾ അത് നിരസിക്കുന്നു. മറ്റു മത്സരാർത്ഥികൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ അവളും സ്റ്റാർട്ട് ചെയ്യുന്നു. അവൾ മാക്സിമം ട്രൈ ചെയ്യുമെങ്കിലും അവളുടെ സ്കോർ ലോ ആവുന്നു. മാത്രമല്ല അവൾ ഒരു തിരയിൽ പെടുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു സ്ഥാനവും വിൻ ചെയ്യാൻ കഴിയുന്നില്ല. കരയിലുണ്ടായിരുന്ന റിപ്പോർട്ടേഴ്സ് അവളെ ഫോട്ടോ എടുക്കാനും അവളെ പറ്റി റിപ്പോർട്ട് ചെയ്യാനും തുടങ്ങുന്നു. അവൾക്കത് വിഷമമുണ്ടാക്കുന്നു. അവൾ തനിക്കെല്ലാം നഷ്ടമായെന്ന് വിചാരിക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും അവൾക്ക് ഒത്തിരി ലെറ്റേഴ്സ് വരുന്നു. അവളുടെ സ്റ്റോറി ഒത്തിരി പേരെ സ്വാധീനിച്ചിരിക്കുന്നു. അവർ അവളെ എൻകറേജ് ചെയ്ത് വീണ്ടും മത്സരിക്കാൻ പറയുന്നു. അവൾ അത് അച്ഛനോട് പറയുന്നു. അച്ഛൻ അവൾക്ക് ഒരു സർഫിംഗ് ബോർഡ് നിർമ്മിച്ചു കൊടുക്കുന്നു. അവൾ ദിവസവും കഠിനമായി പ്രാക്ടീസ് ചെയ്യുന്നു. മത്സര ദിവസം അവൾ വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നു. അവളുടെ ഓരോ ചലനങ്ങളും അത്രയും പെർഫെക്റ്റ് ആണ്. പക്ഷെ അവളുടെ എതിരാളിയും നന്നായി തന്നെ പെർഫോം ചെയ്യുന്നു. മത്സരം കുറച്ചു സമയത്തിൽ അവസാനിക്കും. എന്നാൽ ഇവൾ ഒരു വലിയ തിര വരുന്നതിനായി വെയിറ്റ് ചെയ്യുന്നു. അവൾ തിര വരുന്നത് കണ്ട് അതിന് നേരെ നീന്തുമ്പോൾ അവളുടെ എതിരാളിയും അതുപോലെ നീന്തുന്നു. പെട്ടെന്ന് അവൾ വെള്ളത്തിനടിയിലേക്ക് മുങ്ങി പെർഫെക്റ്റ് ടൈമിൽ തിരയിൽ നിന്ന് പൊങ്ങി വരുന്നു. അത് കണ്ട് എല്ലാവരും അവളെ പ്രോത്സാഹിപ്പിക്കുന്നു. അവസാനം അവൾ 5ാം സ്ഥാനം കരസ്ഥമാക്കുന്നു. പക്ഷെ അവളുടെ എതിരാളി അവളുടെ എഫേർട്ടിനെ റെസ്പെക്ട് ചെയ്ത് തന്റെ ട്രോഫി അവളുമായി ഷെയർ ചെയ്യുന്നു. ഇത് വേൾഡ് ക്ലാസ് പ്രൊഫഷണൽ സർഫറായ ബെത്തനി ഹാമിൽട്ടൺ എന്ന ലേഡിയുടെ ജീവിത കഥയാണ്.